ഓണത്തിനൊരു സാമ്പാർ. അതിനായിട്ട് കുറച്ച് പരിപ്പെടുത്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മത്തൻ തൊലി കളയാതെ നുറുക്കിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. സാമ്പാറിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുമ്പളങ്ങ, ചെറിയ ഉള്ളി, ക്യാരറ്റ് ഇത്രയും ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളാണ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പും നമ്മുടെ മത്തനും കൂടി ഒന്ന് ഉടച്ച് ചേർക്കാം. ഈ പരുവത്തിലാണ് നമുക്ക് ഇത് ആവശ്യം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്കത് ഒന്ന് വഴറ്റിയെടുക്കാം 1 മിനിറ്റ് നേരം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് അരച്ചെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഒരു പാൻ വെച്ചിട്ട് സ്വല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. ഒരു കഷ്ണം കായം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഏകദേശം വെന്ത് കാണും. ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല, ഒരു 3/4 വേവായി കാണും. അപ്പോൾ നമുക്ക് ഈ കായത്തിൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലുള്ള മുരിങ്ങാക്കോലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ മുരിങ്ങക്കായയും വെന്ത് കാണും. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ച അരപ്പും ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നമുക്ക് നേരത്തെ ഇടേണ്ടതായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. നമ്മൾ മുരിങ്ങക്കായ ഇടുന്ന അതേ സമയത്ത് തന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മണവും ഗുണവുമുള്ള രുചികരമായിട്ടുള്ള ഓണ സാമ്പാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി, നമസ്കാരം.